നമസ്കാരം. സോളാർ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർഡ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ഹരികൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും പുനരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത്. അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരങ്ങളായ കെ മുരളീകൃഷ്ണൻ, സൗമിനി ദേവി, ശോഭലത എന്നിവർ മുഖ്യമന്ത്രിക്കും ക്രൈംബ്രാഞ്ച് എസ്പിക്കും പരാതി നൽകി. പോലീസ് സേനയിൽ വിജയകരമായി സേവനം പൂർത്തിയാക്കുകയും സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കുകയും നിരവധി വേദികളിൽ മനഃശാസ്ത്ര ക്ലാസുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ള പ്രൊഫഷണലായ ഹരികൃഷ്ണൻ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു എന്ന് കരുതാനാവില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ 29 പുലർച്ചെ 5:30 ചേപ്പാട് രാമപുരം ക്ഷേത്രത്തിന് കിഴക്കു ഭാഗത്തുള്ള റെയിൽവേ ക്രോസിന് സമീപത്താണ് ഹരികൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ക്രോസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഹരികൃഷ്ണന്റെ കാറും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു. ലോക്കൽ പോലീസ് ആത്മഹത്യയാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെരുമ്പാവൂർ ഡിവൈഎസ്പി ആയിരുന്ന സമയത്താണ് സോളാർ കേസ് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഹരികൃഷ്ണൻ മാറുന്നത്. അതേസമയം സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പോലും സന്തോഷവാനായാണ് ഹരികൃഷ്ണനെ കണ്ടത് എന്ന് ബന്ധുക്കൾ പറയുന്നു. ഇതെല്ലാം സംഭവത്തിന്റെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുവെന്നും അടിയന്തരമായി പുനരന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണം എന്നുമാണ് സഹോദരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസടക്കം ഹരികൃഷ്ണന് എതിരായിട്ട് ഉണ്ട്. കേസുമായി ബന്ധപ്പെട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിൽ ഹരികൃഷ്ണനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും നേരിട്ടിരുന്നു. സരിത എസ് നായരെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തതു മുതൽ പ്രതിയുടെ ലാപ്ടോപ്പ് സംബന്ധിച്ച വിവാദങ്ങളിൽ വരെ ഇദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടായിരുന്നു. ഹരികൃഷ്ണന്റെ വീടുകളിലും ഫ്ളാറ്റിലും മുൻപ് വിജിലൻസ് റെയ്ഡ് നടത്തി. സോളാർ കേസിലെ പ്രതിയെ അർദ്ധരാത്രി തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ഉന്നതരെ രക്ഷിക്കാനായിരുന്നുവെന്നാണ് ഹരികൃഷ്ണനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം. ഈ സാഹചര്യത്തിൽ ഹരികൃഷ്ണന്റെ മരണം ഏറെ ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന് CBI കണ്ടെത്തിയതോടെ ഈ കേസിൽ പിണറായി വിജയന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തന്നെ പൊളിഞ്ഞു വീണിരുന്നു. സത്യമറിയാതെ ഉമ്മൻചാണ്ടിയെ ക്രൂശിൽ കയറ്റിയവർ തന്നെ പിന്നീട് ഉമ്മൻചാണ്ടിയെ നെഞ്ചിൽ ചേർത്ത് ജയ് വിളിക്കുന്ന കാഴ്ച കേരളം മുഴുവൻ കണ്ടതാണ്. കേസ് അന്വേഷിച്ച ഘട്ടത്തിൽ ഹരികൃഷ്ണൻ ഈ ഗൂഢാലോചനയുടെ പല വിലപ്പെട്ട തെളിവുകളും കണ്ടെത്തിയിരുന്നു എന്നതിന്റെ സൂചനകളും പുറത്തു വന്നിരുന്നു. എന്നാൽ അവസാന കാലത്ത് താൻ ചെയ്ത തെറ്റുകൾ ഹരികൃഷ്ണൻ പുറത്ത് പറയുമോ എന്ന ഭയം പ്രതിസ്ഥാനത്തുള്ളവർക്കുണ്ടായിരുന്നിരിക്കാം. ഈ സാഹചര്യത്തിൽ ഹരികൃഷ്ണന്റെ മരണം യഥാർത്ഥ പ്രതികളുടെ രക്ഷപ്പെടാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തതാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.